നമസ്കാരം. ഗവർണറെ തകർക്കാൻ പഠിച്ച പണി 18 നോക്കിയിരിക്കുകയാണ് ഇടത് ഭരണകൂടം. എന്നാൽ CPM-ന്റെ കുതന്ത്രത്തിന് മുന്നിൽ വീഴുന്നവനല്ല ഗവർണർ എന്ന് മറുപടി നൽകിയതോടെ 8 കൂട്ടി 16ാമത്തെ അടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇടത് സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ. ഇത്തവണ ഗവർണർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത സ്നേഹത്തിന്റെ പേരിൽ വലവീശി പിടിക്കാനാണ് CPM-ന്റെ ഉദ്ദേശം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക. അങ്ങനെ വേണമെങ്കിലും ഈ ഒരു കാര്യത്തെ വിശേഷിപ്പിക്കാം. പൂന്തോട്ടം പരിപാലിക്കാൻ 2 ലക്ഷം, രാജ്ഭവനിലെ പോർട്ടിംഗ് ഷെഡ് അഥവാ കളപ്പുര നിർമ്മിക്കാൻ 8.43 ലക്ഷം, അങ്ങനെ ശമ്പളത്തിന് പുറമെ ഗവർണർക്ക് വേണ്ടി സാമ്പത്തിക പ്രതിസന്ധിയെ പോലും കണക്കിലെടുക്കാതെ തുകകൾ അനുവദിച്ചുകൊണ്ടേയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഈ മാസം 19-ന് രാജ്ഭവനിൽ പോർട്ടിംഗ് ഷെഡ് നിർമ്മിക്കാൻ 8.43 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നു. ഗാർഡൻ ഓഫീസിന് സമീപത്താണ് പോർട്ടിംഗ് ഷെഡ് പണിയുന്നത്. വിത്തുകളും ഉപകരണങ്ങളും സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പോർട്ടിംഗ് ഷെഡ് എന്ന് സർക്കാർ പറയുന്നു. ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 1-നാണ്. ഗവർണർ മുഖ്യമന്ത്രി തർക്കം മഞ്ഞുരുകിയതോടെ ഖജനാവിൽ നിന്ന് രാജ്ഭവനിലേക്ക് ലക്ഷങ്ങളാണ് അനുവദിക്കുന്നത് എന്ന ആക്ഷേപം ഇതിന് പിന്നാലെ ഉയർന്നിട്ടുണ്ട്. ലൈഫ് മിഷൻ വീടിനായി 9 ലക്ഷം പേർ ക്യൂ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പോലും കണക്കിലെടുക്കാതെ ഗവർണർക്ക് വേണ്ടി ഇങ്ങനെ ലക്ഷങ്ങൾ ഒഴുകുന്നത്. 2 ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയാണ് ഗവർണർക്ക് പോർട്ടിംഗ് ഷെഡ് നിർമ്മാണത്തിനായി ബാലഗോപാൽ അനുവദിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. അതേസമയം ഇതിനു മുമ്പ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആട്ടിൻകൂട് കോഴിക്കൂട് പരിപാലനത്തിനായി 3.24 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. രാജ്ഭവനിലെ ഫാം ഹൗസിലെ ആട്, കോഴി എന്നിവയുടെ കൂടിന്റെ പരിപാലനത്തിനായിരുന്നു 3.24 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതിനായി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു. 2023 ഡിസംബർ 28-നുള്ളിൽ ടെൻഡർ സമർപ്പിക്കണമെന്നാണ് അന്ന് ടെൻഡറിൽ പറഞ്ഞിരുന്നത്. കോഴിക്കൂടിന്റെയും ആട്ടിൻകൂടിന്റെയും പരിപാലന പ്രവർത്തനങ്ങൾ രാജ്ഭവനിൽ പൂർത്തിയായി എന്നാണ് സൂചന. കഴിഞ്ഞ തവണത്തേക്കാൾ 43 ലക്ഷം രൂപയാണ് അധികമായി ബജറ്റിൽ ഗവർണർക്ക് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ ഇത്തവണ വകയിരുത്തിയിരിക്കുന്നത്. 2023-24 കാലഘട്ടത്തിൽ 12.52 കോടിയായിരുന്നു രാജ്ഭവന്റെ ബജറ്റ് എസ്റ്റിമേറ്റ്. ഇത്തവണ അത് 12.95 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. ഗാർഹിക ചെലവ്, വൈദ്യ സഹായങ്ങൾ, സഞ്ചാര ചെലവുകൾ, രാജ്ഭവനിലെ ശമ്പളം എന്നീ ഇനത്തിലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ തുക ബാലഗോപാൽ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് അനുവദിച്ചത്. ധനപ്രതിസന്ധിക്കിടയിലും ഗവർണറോട് പിണറായി സർക്കാർ കാണിക്കുന്ന ഈ പ്രത്യേക കരുതൽ യഥാർത്ഥത്തിൽ ഗവർണറെ തകർക്കാനുള്ള പിണറായിയുടെ ചാണക്യ തന്ത്രമാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്.